ரெண்டு தோசை அது வந்து கொஞ்சம் திக்கா இருக்கும் அந்த தோசை பிளஸ் வடகறி சோ அது வந்து பேர் வந்து செட் தோசை ഓ அப்படியா അതിന്റെ കൂടെ ഒരു ടീയും കൂടെ കുടിച്ചു കഴിഞ്ഞാൽ അടിപൊളി അതുപോലെ തന്നെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഉള്ള ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് മിനി മീൽസ് എന്നാണ് ഇതിന്റെ പേര് ഭക്ഷണപ്രിയരെ വെൽക്കം ബാക്ക് സേഫ് ഗാർഡ് ഫ്ലവേഴ്സ് ഭക്ഷണത്തിന്റെ രുചി തേടിയുള്ള യാത്ര നമ്മുടെ കേരളത്തിൽ അങ്ങ് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത് സേഫ് ഗാർഡ് ഫ്ലവേഴ്സ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെയാണെന്നറിയോ നമ്മളെവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾ നോക്കിയേ അണ്ണേ വടക്കും നമ്മൾ തമിഴ്നാട്ടിൽ എത്തിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ നാഗർകോവിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ബാക്കിൽ കാണുന്നത് അപ്പോൾ ഇനി തമിഴ്നാട്ടിൽ നാഗർകോവിൽ എത്തിയാൽ ഇവിടുത്തെ ഫുഡ് സ്റ്റൈലൊക്കെ എങ്ങനെയാണെന്ന് അറിയണ്ടേ അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം 340ഓളം വീഡിയോസ് നമ്മൾ കേരളത്തിലുടനീളം കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ഫുഡ് സ്പോട്ടുകളെല്ലാം നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു ഇനി തമിഴ്നാട്ടിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ യാത്ര സേഫ് ഗാർഡ് ഫ്ലവേഴ്സിനോടൊപ്പം തുടങ്ങിയിട്ട് ആദ്യ യാത്രയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക എനിക്ക് തമിഴ് അധികം അറിയത്തില്ല കൊഞ്ചം പേസുവേ അപ്പം എങ്ങനെ പേസി നമുക്ക് ഇവിടുത്തെ ഫുഡ് സ്റ്റൈലൊക്കെ എങ്ങനെയാണെന്ന് അറിയണ്ടേ അപ്പം നമ്മുടെ യാത്ര ഇവിടെ നിന്ന് തുടങ്ങുകയാണ് അപ്പം വെറൈറ്റി ആയിട്ടുള്ള എന്തൊക്കെ ഡിഷസ് എന്തൊക്കെ ഫുഡാണ് തമിഴ്നാട്ടിൽ അതായത് നാഗർകോവിൽ ഉള്ളതെന്ന് നമുക്ക് നോക്കട്ടെ അപ്പം ഒരിക്കൽ കൂടെ എല്ലാവർക്കും വെൽക്കം ബാക്ക് സേഫ് ഗാർഡ് ഫ്ലവേഴ്സ് ഒരു കഫേയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ വണ്ടി ഒരു മരത്തിൻ്റെ തണലിൽ നമ്മൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ എന്താ പറയുക ഇവിടെ നല്ല കാറ്റാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കഫേയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നല്ല കിട്ടിലെ വ്യൂ ആണ് നല്ല മലനിരകളും തൊട്ടപ്പുറത്ത് നല്ലൊരു ചർച്ച കാണുന്നുണ്ട് കേട്ടോ അത് ഏറ്റവും ടോപ്പിലാണ് ആ ചർച്ച് കാണുന്നത് നല്ല രസമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഇവിടെ നിർത്തി കുറച്ച് നേരം ഈ കാറ്റെല്ലാം ആസ്വദിച്ച് പതിയെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം എന്താ വെച്ചാൽ നല്ല വിശപ്പാണ് പിന്നെ വണ്ടി സൈഡാക്കുമ്പോഴത്തേന് എന്നാ പറയുക ഇവിടെ അല്ല ഇതിൻ്റെ അകത്ത് പാർക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പം കഫേ നിങ്ങൾക്ക് കാണിക്കണ്ടേ ഇതാണ് കേട്ടോ സായി കഫേ എന്നാണ് ഈ ഒരു കഫേയുടെ പേര് അപ്പം നമ്മൾ സായി കഫേയിലേക്ക് കയറുകയാണ് അപ്പം അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ ഈ ഒരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് പോയി നോക്കാം ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉച്ചയാകുമ്പോഴത്തേന് എന്തൊക്കെയാണ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് നല്ല വിശപ്പും ഉണ്ട് നമുക്ക് പോയി നോക്കാം വാ അങ്ങനെ നമ്മൾ ഈ ഒരു കഫേയുടെ അകത്തേക്ക് കയറുന്നുണ്ട് അപ്പം നമുക്ക് ഇവിടെ ഫുഡ് കഴിക്കുന്നവരുടെ റിവ്യൂ നമ്മൾ ചോദിച്ചാലോ എങ്ങനെയുണ്ട് അവർ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് കഴിക്കുന്നവരൊക്കെ ആണോ എന്ന് നമുക്ക് അറിയണ്ടേ ഇതാ 2 പേര് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഡെയിലി എല്ലാ ദിവസവും ഇവിടെ വന്ന് കഴിക്കുന്നതാണോ ഒരുമിച്ച് வந்துட்டு ரொம்ப ஸ்ட்ரெஸ்ஸா இருந்தாலே ஒரு சின்ன டீ குடிக்கணும் அப்படினாலே கண்டிப்பா நாங்க சாய் கஃபே கண்டிப்பா வந்துருவோம் பிகாஸ் நமக்கு ஐயோ மலையாளம் வந்து இங்க வந்து ஃபுட் தாண்டி இங்க ஆம்பியன்ஸ் அதை விட இங்க இருக்க ஸ்டாஃப்ஸ் எங்களுக்கு ரொம்ப பிடிக்கும் ஆக்சுவலி நாங்க இங்க சும்மா வர ஆரம்பிச்சோம் வந்து இப்போ எங்களுக்கு வந்து இது வந்து ஒரு மாதிரி ஃபேமிலி ரெஸ்டாரன்ட் மாதிரி ஓ அப்படியே அதோட இங்க இருக்க ஸ்டாஃப்ஸ் எல்லாரும் எங்களுக்கு தெரியும் ഇവിടെ വരുമ്പോഴേ ഏറ്റവും കൂടുതൽ കഴിക്കാൻ സെലക്ട് ചെയ്യുന്ന ഫുഡ് ഐറ്റം ഏതാണ് ഫുഡ് നമുക്ക് ലൈക്ക് ദോസ വടകറി മൈ ഫേവറേറ്റ് വടകറി സെറ്റ് ദോസ വടകറി ரெண்டு தோசை அது வந்து கொஞ்சம் திக்கா இருக்கும் அந்த தோசை பிளஸ் வடகറി சோ அது வந்து பேர் வந்து செட் தோசை ஓ அப்படியே അതിന്റെ കൂടെ ഒരു ടീയും കൂടെ കുടിച്ചു കഴിഞ്ഞാൽ அடிபொளி டீ செமையா இருக்கும் அதுல இந்த டீ அத இப்ப கூட வாங்கி வச்சிருக்கோம் பாருங்க ரொம்ப பிடிக்கும் இல்ல எங்களுக்கு ஃபேவரட் டீ மாஸ்டர் ஒருத்தர் இருக்காரு சோ அவர் எங்களுக்கு இல்ல இங்க இருக்க எல்லாரும் ஃபேவரட் தான் அதுல டீ மாஸ்டர்ஸ் எங்களுக்கு ரொம்ப ஃபேவரட் ஏனா இந்த மாதிரி ஒரு பெஸ்ட் டீ தருவாங்க സോ ഇവരും ഇൻഫ്ലുവൻസേഴ്സ് ആണ് കേട്ടോ അതുകൊണ്ട് ശരിക്കും ഇവരോട് സംസാരിച്ചിരുന്നപ്പോഴത്തേനും ഒരുപാട് ഭയങ്കര വൈബാണ് കേട്ടോ അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മലയാളമൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും വന്നില്ല കേട്ടോ നിങ്ങൾ ഫുഡ് കഴിച്ചു ഇനിയിപ്പം ഒരുപാട് സന്തോഷം നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഹായ് കൊടുത്തേ ഇനി ഇതാ ഇവിടെ 3 ചേച്ചിമാർ മിനി മീൽസ് കഴിച്ചുകൊണ്ടിരിപ്പുണ്ട് അപ്പം നമുക്ക് ചോദിച്ചു നോക്കാം ഹായ് ഹലോ എങ്ങനെയുണ്ട് സാധനം ആക്ച്വലി ഞങ്ങൾ ഫസ്റ്റ് ടൈം இந்த ரெஸ்டாரன்ட்க்கு வர்றதுக்கு ஓ ஃபர்ஸ்ட் டைம் ஃபர்ஸ்ட் டைம் சோ எப்படி இருக்கும் அப்படின ஒரு கெஸ்ஸிங்ல தான் வந்தோம் ஆக்சுவலி நாங்க டீ குடிக்கணும் அப்படி தான் வந்தோம்
சரி ஓகே மீல்ஸ் பார்ப்போம், ஜஸ்ட் ட்ரை பண்ணி பார்ப்போம் அப்படின்னு சொல்லிட்டு ட்ரை பண்ணோம். பட் ஓகே, நீட்னஸ் கேரிங் எல்லாமே வந்து பர்ஃபெக்டாக இருக்குது, நல்லா இருக்குது. டேஸ்ட் வரைக்கும் பர்ஃபெக்ட், நல்லா இருக்குது, சூப்பராக இருக்குது. நெக்ஸ்ட் டைம் இதுக்காண்டி இங்கே வரணும்னு நினைக்கிறேன். യെസ്, ഇതാ നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ നമുക്ക് തുറന്നാലോ? നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഞാനിത് ഓപ്പൺ ചെയ്യുകയാണ്. ഇതാണ് നമുക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫുഡ്. അതുപോലെ തന്നെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഉള്ള ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് മിനി മീൽസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ശരിക്കും എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ശരിക്കും നാടൻ രീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനി വെജിറ്റേറിയൻ ചട്ടിച്ചോറ് എന്ന് തന്നെ പറയാം. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. പപ്പടം മാത്രം എനിക്ക് മനസ്സിലായി, പിന്നെ കൊണ്ടാട്ടം മനസ്സിലായി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാം. ഇവിടുത്തെ സൂപ്പർവൈസറുണ്ട്. ചേട്ടാ വരും, ഇവിടെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഇത് എന്തൊക്കെയാണെന്ന് അറിയാം. ചേട്ടാ പേര്? പിച്ചയ. മലയാളം തെരിയുമാ? தெரியாது. ஓகே, ഞാൻ கொஞ்சம் பேசும் தமிழ். ഇത് வந்து എന്തെല്ലാം സാധനം എന്നൊന്നും பேசாமோ? ഫ്രൈഡ് റൈസ്. ഫ്രൈഡ് റൈസ് ഇല്ല, കോസ് പൊരിയൽ. ഓക്കെ, കോസ് പൊരിയൽ. ടൊമാറ്റോ റൈസ്. ടൊമാറ്റോ റൈസ്. സാമ്പാർ സാദം. സാമ്പാർ സാദം. സാമ്പാർ സാദം. വെജ് ബിരിയാണി. വെജ് ബിരിയാണി. കേഡ് റൈസ്. സോറി, കേഡ് റൈസ്. തൈര് സാദം. ഓക്കെ, തൈര് സാദകം. തൈര് സാദം. ഓ, തൈര് സാദകം. ഇത് വന്ന് കുറുമ. സാലഡ്. സ്വീറ്റ് പായസം ഉണ്ട് കേട്ടോ. പിന്നെ ചപ്പാത്തി, പപ്പടം. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. അപ്പം നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിത് ഓരോന്നോരോന്ന് ഇലയിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് ആദ്യം ഇത് മാറ്റിയിട്ട് നമുക്ക് ചപ്പാത്തി കുറുമ എടുക്കാം. ചപ്പാത്തി, റൈറ്റ്? ചപ്പാത്തിയും കുറുമ എടുക്കുക, കുറച്ചെടുക്കുക. പപ്പടം ഞാൻ പിടിച്ചുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ചപ്പാത്തിയും കുറുമ എങ്ങനെയുണ്ടെന്ന് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിച്ച് കുറുമ നമ്മുടെ നാട്ടില് കേരള സ്റ്റൈൽ തന്നെ, ആ ഒരു ഫ്ലേവർ എല്ലാം സൂപ്പറാണ്. ആ ഒരു ടേസ്റ്റ് തന്നെ കേട്ടോ കുറുമ ഉള്ളത്, ചപ്പാത്തിയും കുറുമയും. ചേട്ടാ താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഞാനിത് തുടങ്ങട്ടെ. ചേട്ടൻ്റെ ഡ്യൂട്ടി ആയിട്ട്. അപ്പം ഞാൻ എൻ്റെ ഡ്യൂട്ടി തുടങ്ങട്ടെ. ഇനി കഴിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഉണ്ടായിരുന്നു. ആദ്യം നമുക്ക് ഈ വെജ് ബിരിയാണി അങ്ങനെ ആഡ് ചെയ്യാം. അങ്ങനെ മിനി മീൽസിൻ്റെ ഈ എല്ലാ ഐറ്റംസും ഞാൻ ട്രൈ ചെയ്ത കേട്ടോ. ഞാൻ ഇതുവരെ കഴിക്കാത്ത ഒരു സാധനമാണ് ഈ തൈര് സാധകം എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. തൈര് സാധകമല്ലേ? സാധകമാണോ? എന്താ പറയുന്നത്? സാദം. എനിക്കറിയില്ല കേട്ടോ. അപ്പം ഇത് എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ സാധനം കഴിച്ചത്. പിന്നെ ലാസ്റ്റ് പായസം കൂടെ ഉണ്ട്. ബാക്കിയെല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് മീൽസ് ഉണ്ട്. പിന്നെ അതുപോലെ ചൈനീസിൻ്റെ ഐറ്റംസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ദോശ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് എന്താ പറയുക, ലഞ്ച് ടൈം ആയതുകൊണ്ടാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം നമ്മൾ ട്രൈ ചെയ്തത് കേട്ടോ. അങ്ങനെ ഇതാ ശരിക്കും വയറ് നിറഞ്ഞു. സായി കഫേയിലെ സ്റ്റാഫുകളൊക്കെയാണ് കേട്ടോ ഇവർ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ പറയുക, നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നു. നമുക്ക് മിനി മീൽസ് എന്ന് പറഞ്ഞ രീതിയിൽ എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയറ് നിറഞ്ഞു കേട്ടോ, ആശ്വാസം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റാണ് കേട്ടോ. അതാണ് ഇവിടുത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഭയങ്കര റിലാക്സ് ആവും. ഫാമിലി ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിലൊക്കെ ഇരുന്ന് സംസാരിച്ച് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു സ്പോട്ട് എവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് ആക്സസ് ആണ്. പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സ്ഥലം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുങ്കാൻ കടയിൽ നിന്നാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. അതായത് നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്നും നാഗർകോവിൽ പോകുന്ന റൂട്ടിൽ ചുങ്കാൻ കടയിൽ നിന്നാണ് ഈ ഒരു സായി കഫേയുടെ ഈ ഒരു കഫേ നിൽക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ സേഫ് ഗാർഡ് ഫ്ലേവേഴ്സിൽ നിന്ന് ഞാൻ ഡ്രീം റോക്കി. ബൈ ബൈ.